നമുക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടൊരു ദിവസത്തിന്റെ അവസാനം നമുക്ക് നല്ലൊരു മഴ കിട്ടി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ? നമുക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഫീൽ ആയിരിക്കും അല്ലേ? എൻ്റെ അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു സർവ്വമായ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയത്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം നിവിൻ പോളിയുടെ ആ ഒരു സിനിമ അത് ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ആ ഒരു പീക്ക് സോണിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു പെർഫോമൻസ് നമ്മൾ ഒരുപാട് കാത്തിരുന്ന ഒരു മൂവിയായിരുന്നു. ശരിക്കും ഞാൻ ഈ ഒരു സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നി ഇതൊരു ഓണം സീസണിലൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ പക്ക ആ ഒരു സീസണോട് ആപ്റ്റായി നിൽക്കുന്ന ഒരു മൂവിയായിരുന്നു എന്ന് തോന്നി. ബട്ട് സ്റ്റിൽ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്താണ് ഈ സിനിമയിൽ ഇത്രത്തോളം ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതില് നമുക്കൊരു പടം കാണാൻ പോകുമ്പോൾ നമുക്ക് വളരെയധികം നമ്മളെ മനസ്സ് നിറച്ച് വിടുക എന്ന് പറയില്ലേ. ഇപ്പോൾ സത്യനന്ദിക്കാട് മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പടങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു മെസ്സേജസ് ഉണ്ടാവും. അല്ലെങ്കിൽ ആ സിനിമ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനും അല്ലെ മനസ്സിനുള്ള ഒരു സന്തോഷം അത് നമ്മുടെ മുഖത്തും കാണും. അത്രയും നല്ല ചിരിച്ചിട്ടാവും നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുക. ആൻഡ് അഖിൽ സത്യൻ ഈ ഒരു തവണയും അദ്ദേഹത്തിന്റെ ഒരു പടത്തിലൂടെ എന്താണോ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് പ്രതീക്ഷിച്ചിരുന്നത്, നിവിൻ പോളി എന്നൊരു ആക്ടറിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ഫൺ എന്റർടൈനർ പോലൊരു പടം പ്രതീക്ഷിച്ചത് അത് തന്നെ ഡെലിവറി ചെയ്യാൻ സാധിച്ചു. ഒരുപാട് മെസ്സേജസ് ഉള്ളതും ഒരുപാട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തൊരു മൂവി തന്നെയായിരുന്നു. എൻ്റെ ഇതിൽ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് അജു നിവിൻ കൂട്ടുകെട്ടാണ്. കാരണം ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ആ ഒരു കൂട്ടുകെട്ടിലെ കുറേ സീനുകൾ മിസ് ചെയ്തിരുന്നു. എൻ്റെ ഇതിൽ പല സീനുകളിലും അതിൻ്റെ ആ ഒരു കുറവ് നികത്തി തന്നു എന്ന് തന്നെ പറയാം. ജസ്റ്റിൻ പ്രഭാകറിന്റെ മ്യൂസിക് ആയാലും ആ മൊത്തത്തിലുള്ള ആ ഒരു ലൊക്കേഷൻ ആയാലും ശരി, ആ പാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു മലയും കുന്നും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഷോട്ടുകളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ്. കാരണം നമുക്ക് ഇതൊക്കെയാണ് കാണേണ്ടത് എന്നുള്ളൊരു തോന്നൽ വരില്ലേ. അങ്ങനെയുള്ള ഒരു ഫീലിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് നന്ദി ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ. ആൻഡ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നുന്നതാണ്, സത്യനന്ദിക്കാട് മൂവീസ് ആയാലും ഇപ്പോൾ അഖിൽ സത്യൻ അനൂപ് സത്യൻ മൂവീസൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു പടങ്ങളിൽ ഏതെങ്കിലും ഒരു നായിക കാരണം നായകന്റെ ലൈഫിൽ ഉണ്ടാകുന്ന കുറെ ടേണിംഗ് പോയിന്റ്സ് ഉണ്ടാവും. ഞാൻ ഈ ഒരു പടത്തിലും ആ ഒരു സീൻ തന്നെയാണ് റീക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ രസതന്ത്രം, അതുപോലെ തന്നെ വരണി ആവശ്യമുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഇപ്പൊ സത്യനിധികാരന്റെ പടങ്ങളായാലും അനൂപ് സത്യന്റെ വരന്റെ ആവശ്യമുണ്ട്, പാച്ചും അത്ഭുത വിളക്കും, ഇങ്ങനെയുള്ള ഇവരുടെ ഒരു മൂവീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു സിമ്പിൾ പ്ലോട്ട് അതാണ് ആയിരിക്കും. കാരണം വളരെ ലക്ഷ്യബോധമൊന്നും ഇല്ലാണ്ട് നടക്കുന്ന ഒരു നായകന്റെ ജീവിതത്തിലേക്ക് ഒരു നായിക വരുന്നു. നായിക എങ്ങനെ നായകന്റെ ജീവിതം മാറ്റിമറിക്കുന്നു, ആ ഒരു പ്ലോട്ടിനെ വളരെയധികം മനോഹരമായിട്ട് ഒരുപാട് സിനിമകൾ ഇപ്പോൾ വിനോദയാത്രയായാലും ഒക്കെ ഒരുപാട് അവരുടെ ഒരു സിനിമകൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ്. ബട്ട് എവിടെ പോലും നമ്മളെ ബോറടിപ്പിക്കാതെ സിനിമയിൽ നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്തിരുത്തി ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും മനസ്സ് നിറച്ചു വിടുന്ന ഒരു മാജിക് ഇവിടെ കാണാൻ തന്നെ സാധിച്ചു. ആൻഡ് ആ ഒരു 2.5 മണിക്കൂറുള്ള ഡ്യൂറേഷനുള്ള ഈ പടം കഴിയുന്നത് നമ്മൾ അറിയുന്നില്ല. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. എവിടെയും ഒരു അനാവശ്യമായിട്ടുള്ള ഡബിൾ മീനിങ് കോമഡീസോ അങ്ങനെ ഒന്നുമില്ലാതെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സിനിമ. അതിൻ്റെ ഇതിലത്തെ ആ ഒരു റിയ ഷിബു എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ വളരെ രസകരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു സിനിമ ഈ ഒരു വർഷം അവസാനം കാണുന്ന ഒരു മൂവി എന്നുള്ള രീതിയിൽ. വളരെയധികം നല്ലൊരു എൻഡിങ്ങോട് കൂടിയിട്ടാണ് ഇപ്പോൾ 2025 മലയാള സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇനിയും ഇനിയും നല്ല സിനിമകൾ തന്നെ വരട്ടെ. പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് ജോണേഴ്സും ഒരുപാട് ആക്ടേഴ്സിന്റെയും ഡയറക്ടേഴ്സിന്റെയും കംബാക്ക് ആയിട്ടുള്ള ഒരുപാട് പടങ്ങൾ അടുത്ത വർഷം റിലീസിനെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാം നല്ല വിജയം തന്നെ നേരട്ടെ. നല്ല സിനിമകൾ ഇനിയും വിജയിക്കട്ടെ എന്നേ പറയാനുള്ളൂ. സോ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തതാണെങ്കിൽ എന്തായാലും കാണാം. നല്ലൊരു എൻഡിങ്ങോട് കൂടിയിട്ട് തന്നെ ഈ ഒരു വർഷം അവസാനിച്ച് പുതുവത്സരം നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കട്ടെ.